കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലേക്ക് ഒരു ബന്ധു നിയമനം നടത്തിയിരിക്കുകയാണ്. നേരത്തെയെല്ലാം കേരളത്തിൽ ഇതുപോലെയുള്ള നിയമനങ്ങൾ ആരോപിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചർച്ചയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം നമ്മൾ മറന്നിട്ടില്ല. അന്ന് വലിയ ധാർമ്മിക പ്രസംഗം നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ, UDFൻ്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവിനെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി നിയമിച്ചതിനെതിരായി ഒരക്ഷരം ഉരിയാടാത്തത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കൾ മാത്രമല്ല, അന്ന് വ്യാപകമായി ചർച്ച സംഘടിപ്പിച്ചിരുന്ന മാധ്യമങ്ങളും വേണ്ടത്ര ഈ വിഷയത്തിൽ ചർച്ച നടത്താനോ വാർത്തകൾ കൊടുക്കാനോ തയ്യാറാവുന്നില്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം? സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവിനെ തന്നെ സണ്ണി ജോസഫിൻ്റെ സ്റ്റാഫിൽ നിയമിക്കണം എന്നത് ചില പ്രത്യേക താല്പര്യം തന്നെയാണ്. അത് അഴിമതിയുമായി ബന്ധപ്പെട്ട താല്പര്യമാണ്. കച്ചവടം നടത്താൻ നല്ല വിശ്വസ്തനായ ഒരാളെ തന്നെ കൂടെ നിർത്തണം എന്ന താല്പര്യമാണ്. അതുകൊണ്ട് ധാർമ്മികത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, രാഷ്ട്രീയ അന്തസ്സുള്ള ആരെങ്കിലും കോൺഗ്രസിലോ UDFലോ ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്നത് കേരളം കാതോർക്കുകയാണ്. DYFI ആവശ്യപ്പെടുന്നത് ഇങ്ങനെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി സ്വജനപക്ഷപാതം കാട്ടിയിട്ടുള്ള മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സണ്ണി ജോസഫ് രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. വലിയ രൂപത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് അവർ നേരത്തെ നടത്തിയത്, നമ്മളതൊന്നും മറന്നിട്ടില്ല. അന്നത്തെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ പത്രപ്രസ്താവനകൾ ഒന്നെടുത്ത് പരിശോധിക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് രാഷ്ട്രീയ അന്തസ്സിന് ചേരാത്ത നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ മന്ത്രിയുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലാണ്. ഇത് ഈ നാട് തിരിച്ചറിയണം എന്നാണ് ആ കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നിയമസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഭരണകക്ഷിയിൽപ്പെട്ട ആരും വലിയ രൂപത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കഴിഞ്ഞ ഗവൺമെൻറ് LDFൻ്റെ ഗവൺമെൻറ് കാലത്ത് UDF ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. കേരളത്തിൽ നികുതി ഭീകരതയാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ നികുതി ഭീകരത എന്നൊരു പദമാണ് അവർ പ്രയോഗിച്ചത്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ഈ 10-30 ദിവസത്തിനിടയിൽ കേരളത്തിലെ സമസ്ത ആളുകളെയും ബാധിക്കുന്ന വിധത്തിൽ, ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന വിധത്തിൽ എണ്ണവില കുതിച്ചുയർന്നു. 7 രൂപയിൽ കൂടുതൽ തുക ഉയർന്നു. അതിൻ്റെ ഭാഗമായി ഈ 7 രൂപയുടെ ഭാഗമായി ഉണ്ടാവുന്ന നികുതി ഉപേക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവുമോ എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടുന്നത്? നികുതി ഭീകരതയുടെ വലിയ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷം ഇന്ന് പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ DYFI ആവശ്യപ്പെടുന്നത്, ഈ കേന്ദ്ര ഗവൺമെൻറ് എണ്ണവിലയുടെ കാര്യത്തിൽ കുറ്റകരമായ അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ അലംഭാവം കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കൂടെ കേരളത്തിലെ ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ് UDF ഗവൺമെൻറ് കൂടി കൂട്ടുനിൽക്കുമ്പോൾ അതിനെതിരായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഈ കേരളീയ സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ആ നികുതി കുറച്ച് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഈ ഭാരം, ഈ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി അടിയന്തരമായും സംസ്ഥാന ഗവൺമെൻറ് ഇടപെടേണ്ടതുണ്ട്. നിങ്ങൾ ആരോപിച്ച ഈ നികുതി ഭീകരത അത് നിങ്ങൾ ഒഴിവാക്കിക്കൊടുത്ത് ജനങ്ങളെ കൂടെ നിൽക്കണം എന്നാണ് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് ഒന്ന്, വാക്കിനെക്കുറിച്ചെല്ലാം വലിയ വർത്തമാനം പറയുകയാണ്, വാക്ക് പാലിക്കാനുള്ളതാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് വാഗ്ദാനങ്ങളുടെ ലംഘനം
തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് എണ്ണവിലയുടെ കാര്യത്തിലായി കഴിഞ്ഞാലും, ആശാവർക്കർമാരുടെ ഓണറേറിയം 21,000 ആക്കുമെന്ന് പറഞ്ഞ കാര്യത്തിലായാലും, PSC ഉദ്യോഗാർത്ഥികളോട് നിങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധിയെല്ലാം ഇതാ നീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കുന്ന കാര്യത്തിലായി കഴിഞ്ഞാലും, ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ വി ഡി സതീശൻ യഥാർത്ഥ വി ഡി സതീശനായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് UDFൻ്റെ ഇരട്ടത്താപ്പ് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നുകൂടി DYFI അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ബന്ധുനിയമന വിഷയത്തിനകത്ത് നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് DYFI ആലോചിക്കും. ലോകായുക്തക്ക് പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ലോകായുക്തക്ക് മുന്നിലും മറ്റ് നിയമപരമായ വഴിയിലും ആ വിഷയത്തിനകത്ത് ശക്തമായ ഇടപെടൽ DYFI നടത്തും എന്നുകൂടി അറിയിക്കുകയാണ്. ഈ പട്ടേല സ്കൂളിലെ കുട്ടികൾക്ക് മിഠായി വിതരണം നൽകിയതിൽ ഒരു വലിയ നിഷേധം വരുന്നിട്ടുണ്ട്. അതിൽ വകുപ്പ് മന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല. അതിൽ DYFIയുടെ നിലപാടെന്താണ്? അങ്ങേയറ്റം തരംതാണ ആധുനിക കേരളീയ സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത നിലയിലാണല്ലോ മന്ത്രി പെരുമാറിയത്. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുക? ആ MLA പെരുമാറിയത് മാത്രമല്ല, മന്ത്രി ഉൾപ്പെടെയുള്ള ആ കാര്യത്തിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുക? ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് സാധാരണ നിലയിൽ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളോട് പെരുമാറുക? മനുഷ്യത്വമുള്ള ഒരാളും അങ്ങനെ ചെയ്യുമോ? ഇപ്പം മുട്ടായി ഇങ്ങനെ കൈകൊണ്ടെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് കേരളത്തിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള MLAമാർ ഈ കേരളത്തിന് അപമാനമാണ്. ഇപ്പം BJPക്ക് ഇപ്പോൾ കേരളത്തിൽ 3 MLAമാരാണ് ഉള്ളത്. BJPക്ക് സ്വാധീനമുണ്ടായാൽ കേരളം ഏത് രൂപത്തിലേക്ക് മാറും എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയായിട്ട് നമ്മൾ ഇത്തരം പ്രവൃത്തികളെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയണം. അതിനെതിരായിട്ട് ശക്തമായി അപലപിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അതിനകത്ത് വകുപ്പ് മന്ത്രി എന്ത് പറയുന്നു എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഒരക്ഷരം പറയുന്നില്ല. മാത്രമല്ല, UDFൻ്റെ മന്ത്രിമാർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനത്തിനെതിരായിട്ട് നയപ്രഖ്യാപനത്തിൽ ഒരക്ഷരം എഴുതി വെച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് വിവേചനം കാണിക്കുന്നില്ല എന്ന് ഇവർക്കാർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? എത്രയോ കോടി രൂപ കേരളത്തിന് തടഞ്ഞു വെച്ച അനുഭവമുണ്ടായി. കേരളത്തിന് മാത്രമല്ല, BJP ഇതരമായി ഭരണം നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം കേന്ദ്രം ഭരണഘടനാ ലംഘനം, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം അതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് വിവേചനപരമായി പെരുമാറുന്ന സർക്കാരിനെതിരായിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നയപ്രഖ്യാപനത്തിൽ കമ എന്നൊരക്ഷരം എഴുതി വെക്കാനുള്ള ധൈര്യം കാണിക്കാത്തവർ, അത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം UDF ശക്തമായ അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ വന്ദേ മാതരം 2 വരിയെ ഇപ്പോൾ സഭക്കകത്ത് ആലപിച്ചിട്ടുള്ളൂ. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറുടെ താല്പര്യപ്രകാരം, RSSൻ്റെ താല്പര്യപ്രകാരം പൂർണ്ണമായിട്ടും ആ ഗാനം ആലപിച്ചല്ലോ. അവിടെയൊന്നും ഒരക്ഷരം ഇവർ മിണ്ടിയിട്ടില്ല. സഭയിൽ ഇത് നടക്കില്ല. സഭയിൽ കരുത്തരായ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളുണ്ട്. ശക്തമായ എതിർപ്പ് അവിടെ വരും. അതുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സഭയിൽ കഴിഞ്ഞു. ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് അവിടെ പൂർണ്ണമായും അത് ആലപിക്കാതെ എന്നത്. അതുകൊണ്ട് RSSൻ്റെ ഇത്തരം കാര്യങ്ങളോടെല്ലാം ശക്തമായ വിയോജിപ്പും അഭിപ്രായവും രേഖപ്പെടുത്താത്ത കോൺഗ്രസിനെ ഈ കാര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.